മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസിനും കളമൊരുക്കി SDPI. യഥാക്രമം ഇരുവരും മത്സരിക്കുന്ന ധർമ്മടത്തും ബേപ്പൂരിലും SDPI സ്വന്തം സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി. വേങ്ങരയിൽ കഴിഞ്ഞ തവണത്തെ SDPI സ്ഥാനാർത്ഥി ഇക്കുറി LDFിന് വേണ്ടി മത്സരിക്കുകയാണ്. ചിലയിടങ്ങളിൽ തീവ്ര സംഘടനയുടെ പിന്തുണ UDFിനാണ്. ഭീകരവാദ സംഘടന SDPIയും LDFും തമ്മിലുള്ള ഡീലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2000-ഓളം വോട്ട് SDPIക്ക് ധർമ്മടത്ത് ലഭിച്ചിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ LDF സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് വോട്ട് മറിച്ചു നൽകാനുള്ള നീക്കമാണ് മണ്ഡലത്തിൽ SDPI നടത്തുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമായ ബേപ്പൂരിലും തീവ്രവാദ സംഘടന SDPI സ്ഥാനാർത്ഥിയെ നിർത്താതെ LDFിനെ പിന്തുണയ്ക്കുകയാണ്. SDPIക്ക് കേരളത്തിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ച ധർമ്മടം, ബേപ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം തീവ്രവാദ സംഘടനയായ SDPI ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് ഉയരുന്ന വിമർശനം. അതേസമയം മലപ്പുറം വേങ്ങരയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച സംബാഹാണ് ഇത്തവണ LDFിന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. SDPI സ്ഥാനാർത്ഥി LDFിന്റെ സ്ഥാനാർത്ഥി കൂടിയാകുന്ന കാഴ്ചയാണ് വേങ്ങരയിൽ നിന്ന് പുറത്തുവരുന്നത്. തീവ്രവാദ സംഘടന SDPI കേരളത്തിലുടനീളം LDFിന് പിന്തുണ നൽകുമ്പോൾ മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFിനാണ് പിന്തുണ നൽകുന്നത്. ഇടതു വലതു മുന്നണികൾ മതവർഗീയ പാർട്ടികളുടെ പിന്തുണയിലാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനം, കോഴിക്കോട്.